ഇന്ന് ഈ ഓണം പ്രമാണിച്ച് എന്ത് ചെയ്യണം എന്നാലോചിച്ചോ പ്രജിൻ സി കണ്ണൻ്റെ ചിന്തയിൽ ഒരു കാര്യം ഉടക്കിയ കാര്യം എന്താന്ന് പറയും? ഒന്നുമില്ല, ഒരു പാട്ട്, ഒരു ഓണപ്പാട്ട്, ഒരു ഓണം മൂഡിലുള്ള ഓണം മൂഡ്. ഏത് മൂഡ്? ഓണം മൂഡ്, പൊള്ളി മൂഡ്. ഓക്കെ, ആ മൂഡിലൊരു പാട്ട് ചെയ്താലോ എന്നിങ്ങനെ ആലോചിച്ചു. ചെയ്തു. അപ്പൊ വരികളൊക്കെ വേണമല്ലോ. അപ്പൊ വരികൾക്ക് ഞാൻ അതിലേക്ക് പറയാം. വരികൾക്ക് വേണ്ടി ഞാനിങ്ങനെ നമ്മുടെ ന്യൂസ് ഡെസ്കിൽ ഇങ്ങനെ കുറെ പേരോട് ഒന്ന് സമീപിച്ചു. വരികൾ പക്ഷെ ആരും സമ്മതിച്ചില്ല, ആരും അതിന് തയ്യാറായി. അവരെ കുറിച്ചൊരു വിവരമുണ്ട്. അപ്പൊ ഞാൻ തന്നെ ആ സാഹസം ഏറ്റെടുത്തു. പ്രജിൻ കവിയായോ? ചെറുതായിട്ട്. എന്റെ പൊന്നെ, ഈ 24 ഒന്ന് എന്തും ചെയ്തു പോകല്ലേ. എന്നിട്ട് അതിന് ചെറുതായിട്ടൊരു ട്യൂൺ കൊടുത്തു, മ്യൂസിക് കൊടുത്തു, എന്നിട്ടൊന്ന് പാടുകയും ചെയ്തു. നിങ്ങൾ ആര് കൈതപ്രോ? രചന, സംഗീതം. അപ്പൊ ഓർക്കസ്ട്രേഷൻ മ്യൂസിഷ്യനായ ഇല്ല, നമ്മുടെ എന്റെ സുഹൃത്താണ് ഫിഡൽ അശോക് എന്ന് പറയുന്ന, എന്റെ കോളേജിൽ ജൂനിയർ ആയിരുന്നു, മ്യൂസീഷ്യനാണ്, കോഴിക്കോടുകാരനാണ്. ഇപ്പൊ കോഴിക്കോടാണ്, മ്യൂസീഷ്യനാണ് ഫുൾ ടൈം. അപ്പം ഫിഡലാണ് അതിന്റെ ഓർക്കസ്ട്രേഷൻ ചെയ്തത്. അങ്ങനെ അതിനുശേഷം ഞാൻ പാടി. നമ്മുടെ ഫ്ലവേഴ്സ് 24 ടീമാണ് അതിന്റെ മിക്സിങ്ങും അതുപോലെ എന്റെ വിഷ്വലൈസേഷനും ഒക്കെ ചെയ്തത്. അതെ 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 അതെ, ടിജു ആണ് മിക്സിംഗ് വെച്ചത്, പോളിഷ് ചെയ്തെടുത്തത്. അപ്പൊ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. പ്രജിൻ സി കണ്ണൻ, കൺഗ്രാജുലേഷൻസ്. അപ്പൊ ലക്ഷക്കണക്കിന് പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ അനുമതിയോടെ നമ്മളിവിടെ ഔപചാരികമായിട്ട് ഇത് റിലീസ് ചെയ്യുന്നു. തദ്വര ആ പാട്ട് നിങ്ങളെ കേൾപ്പിച്ചു. തദ്വര മീൻസ് അതുവഴി. തിരുവോണം തിരുവോണം നാടാകെ പൊന്നോണം, ചിങ്ങപ്പൂക്കുട ചൂടി വന്നേ പൊന്നോണം തിരുവോണം, പൊന്നോണം തിരുവോണം. മാവേലി നാടാകെ ആഘോഷത്തിരതാളം, നാടെല്ലാം പൂത്തുലഞ്ഞേ പൊന്നോണം തിരുവോണം, പൊന്നോണം തിരുവോണം. മുറ്റത്തൊരു പൂക്കളമിട്ടു കൈകൊട്ടി പാട്ടുപാടി മാവേലി തമ്പ്രാനെത്തും നേരമായി. മുറ്റത്തൊരു പൂക്കളമിട്ടു കൈകൊട്ടി പാട്ടുപാടി മാവേലി തമ്പ്രാനെത്തും നേരമായി. ആർപ്പോവിളി പൂവിളി കേൾക്കാം, വള്ളം കളിമേളവും കാണാം. ആർപ്പോവിളി പൂവിളി കേൾക്കാം, വള്ളം കളിമേളവും കാണാം. മലയാളക്കരയൊന്നായി ഒരുങ്ങി വന്നേ, മലയാളക്കരയൊന്നായി ഒരുങ്ങി വന്നേ. തിരുവോണം തിരുവോണം നാടാകെ പൊന്നോണം, ചിങ്ങപ്പൂക്കുട ചൂടി വന്നേ പൊന്നോണം തിരുവോണം, പൊന്നോണം തിരുവോണം. മാവേലി നാടാകെ ആഘോഷത്തിരതാളം, നാടെല്ലാം പൂത്തുലഞ്ഞേ പൊന്നോണം തിരുവോണം, പൊന്നോണം തിരുവോണം, പൊന്നോണം തിരുവോണം, പൊന്നോണം തിരുവോണം. ഓക്കെ, പ്രജിൻ ഗംഭീരമായിട്ടുണ്ട്. ഇവർക്കെല്ലാം അതെ. ഗോപി, എന്താ തോന്നിയത്? ഗോപി കഴിഞ്ഞ കൊല്ലം ഏതൊരു പാട്ടിനെ വിലയിരുത്തിയിരുന്നു, അതിനുശേഷം അല്ല പ്രജിന്റെ അല്ലെങ്കിൽ പ്രജിന്റെ വോയിസിനെ ഒരു ഭയങ്കര ഒരു അട്രാക്റ്റീവ് വോയിസ് ആണ് പ്രജിന്റെ. അതായത് മുഖകാന്തി ഉണ്ട്. പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും കാണുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നത്. അല്ല പ്രജിൻ, എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ നമ്മളിപ്പോ ഇതിനകത്തിപ്പം പാട്ട് എഴുതി, പാട്ടിന് സംഗീതം ചെയ്തു, പാട്ട് പാടി, ആ പാടി അഭിനയിച്ചു, അവിടെ അടിച്ചു വാരി ഉൾപ്പെടെ പ്രൊമോഷൻ. പക്ഷെ നമ്മൾ ഇതിന് മുൻപ് സന്തോഷ് പണ്ഡിറ്റിനെ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ സന്തോഷ് പണ്ഡിറ്റ് ഇത്രയും നല്ല ഗായകനല്ല. വേറെ ഒരു കാര്യത്തിൽ ഫാർ ബെറ്റർ ദാൻ പ്രജിൻ സി കണ്ണൻ, അത് കറക്റ്റാണ്. പക്ഷേ ഗായകനല്ല. പക്ഷേ ഞാൻ പ്രജിനിലൂടെ മറ്റൊരു കാര്യം കാണുന്നുണ്ട്. ഇത് കണ്ണട വെച്ചുകൊണ്ട് തോന്നിയാണോന്ന് എനിക്കറിയില്ല. എന്നാലും എനിക്ക് തോന്നുന്നത് പ്രജിൻ മലയാള സിനിമയിലെ ഒരു നായകനാകാൻ സാധ്യതയുണ്ട്. പ്രൊഡ്യൂസർമാര് ജാഗ്രത പാലിക്കുക. പേടിയെന്ന് പറയും, നല്ലൊരു ന്യൂസ് റീഡറെ നഷ്ടപ്പെടുകയും മലയാള സിനിമയ്ക്ക് നല്ലൊരു നടനെ കിട്ടാതെ പോവുകയും ചെയ്യും എന്നുള്ള ഭയം അസ്ഥാനത്താണ്. അപ്പൊ പ്രജിൻ എന്ന ചിന്ത അസ്ഥാനത്താണ് എന്ന് അവസാനം പറഞ്ഞ് തിരിച്ചാ നെഗറ്റീവാണ്. ഡബിൾ നെഗറ്റീവ് കോൺസ്റ്റിറ്റ്യൂട്ട് പോസിറ്റീവ്. ഗ്രാമർ അറിയാം. അപ്പൊ ആകാശം മുട്ടെ പൊക്കും, നമ്മൾ അവിടെ നിന്നിട്ട് താങ്ങി നിർത്തും. എപ്പോഴും എന്റെ കൈവിരലുകൾ എവിടെ കാണും?
അർഹതപ്പെട്ട സ്ഥലത്ത് തന്നെ കാണും, അറിയാമോ? അപ്പോൾ പ്രജിനെ പ്രൊഡ്യൂസർമാർ, പുതിയ നവാഗത പ്രതിഭകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന സിനിമാ നിർമ്മാതാക്കളെ വരുവിൻ, വാങ്ങുവിൻ, അല്ലേ? അതേ